സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിനർ വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ആൾക്കാരെ ട്രെയിനറാക്കിയിട്ട് പൂര് ചെയ്യാം. അതാണ് നമ്മളെ ഫസ്റ്റ് TOT എന്ന് പറഞ്ഞത്. അത് ഒരു പുറത്തുനിന്ന് ഒരാൾ ട്രെയിനർ വന്നിട്ടാണ് സെന്റർ ഓപ്പണിംഗ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ 3-4 ആൾക്കാരെ ഒരു ചിലപ്പോൾ 3 ദിവസം 4 ദിവസം കൊണ്ട് ട്രെയിനറാക്കിയിട്ട് പൂര് ചെയ്യാം. അവരാണ് പിന്നെ ആ സെന്റർ കൊണ്ടുപോവുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ടൈമിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് കറക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്തു, നമ്മളൊക്കെ എണ്ണം കുറച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡൗട്ട് ചോദിക്കും വേണം. നമ്മൾ 21 ഐറ്റം ഇപ്പോൾ ചെറുതായിട്ടൊന്നും ഡെമോ കാണിച്ചു തരും. അതിന് ഡൗട്ട് ഫസ്റ്റ് നമ്മളെ മൂടി ലൂസനം ഫസ്റ്റ് വെള്ളം കുടിച്ച് വരണം. വെള്ളം കൂടി നിർബന്ധമല്ല. ചില പിന്നെ കിഡ്നി പേഷ്യൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയാറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നിർബന്ധമായിട്ട് കുടിപ്പിക്കരുത്. നമ്മൾ വെള്ളം കുടിച്ച് വരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നക്കാരുണ്ടാവും. വെള്ളം കുടിക്കാൻ കഴിയാത്തവരെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ വെള്ളം ആവശ്യത്തിന് കുടിക്കുക. നന്നായിട്ട് കുടിക്കാൻ വേണ്ടവർ നന്നായിട്ട് കുടിക്കുക. സെൻറ്ററിലേക്ക് വരിക, 5 മിനിറ്റ് സ്പീഡ് വാക്കിംഗ്, നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ആണ്. നന്നായിട്ട് കയ്യിൽ വീശി നന്നായിട്ട് നടക്കണം. ലേഡീസ് അധികം നടന്നു വരുന്നവരാവും, അത് കുഴപ്പമില്ല. അല്ലാത്തവർ ഗ്രൗണ്ടിൽ നടക്കുക. അത് കഴിഞ്ഞാൽ ബോഡി ലൂസിനപ്പ് മസിൽ ലൂസിനപ്പ്, അതായത് നേരെ നീങ്ങിട്ട് ഇരിക്കുക. അതൊന്ന് കൗണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുക. നമ്മളെല്ലാവരും ഒരേപോലെ ഒന്നിച്ച് 1, 2 പറഞ്ഞിട്ട് ഇരുന്ന് എണീപ്പിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ജമ്പിങ് ജാക്സ്, കാലിൻ്റെ വിരല് കൈ നന്നായിട്ട് പൊങ്ങണം. കൈ നന്നായിട്ട് പൊങ്ങണം. കാലിൻ്റെ വിരല് മാത്രം. ബുദ്ധിമുട്ടുള്ളവരാണ് കാലിൽ പൊങ്ങലും താഴലും. ലേഡീസ് സെൻ്ററുകളാണ് കൂടുതലുള്ളതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, ഓവർ വെയിറ്റ് ഉള്ളവരെ ആദ്യം തന്നെ ചാടിക്കരുത്. പ്രത്യേകം പറയുകയാണ്, ഒരു 2 ആഴ്ചയോളം അവരെ ചാടിക്കുകയും ചെയ്യരുത്. പുറത്തുനിന്ന് പോകുന്ന ട്രെയിനേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ചാടി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവർ കാണുള്ളൂ സെൻ്ററിൽ. അപ്പോൾ അത് നന്നായിട്ട് പുതിയ ആളുകളെ കൊല്ലുമ്പോഴും നന്നായിട്ട് നോക്കണം. പ്രത്യേകിച്ച് ലേഡീസ് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള ആളുകളാവും. നമുക്കെന്താ വെച്ചാൽ ഒരു 65-67 കിലോൻ്റെ മേലേക്കുള്ള ആളുകൾ ഓവർ വെയിറ്റ് ആയിട്ട് കൂട്ടണം. അവർക്ക് മുട്ടുവേദന വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലേഡീസ് സെൻ്ററുകൾ വരുന്നതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, പുറത്തുനിന്ന് പോകുന്ന ട്രെയിനേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും അവരെ കൊണ്ട് ജമ്പിങ് ജാക്സ് 2 ചാട്ടും ഫസ്റ്റ് ചെയ്യിക്കരുത്. വെയിറ്റ് കൂടിയ ആളുകൾ ചാടും ചിലപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂല. അവർക്ക് കുറച്ച് ദിവസം കണ്ടാൽ മുട്ടുവേദന വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അവരെ ഒഴിവാക്കണം. അതേപോലെ തന്നെ സർജറി കഴിഞ്ഞ ആളുകൾ, പിന്നെ വേറെ കാലിൻ്റെ നിലവിൽ മുട്ടുവേദന ഉള്ള ആളുകൾ, ഡിസ്ക് ബുദ്ധിമുട്ട് വലിച്ചു വന്ന ആളുകളൊക്കെ ചാട്ടം ഒഴിവാക്കണം. അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ കൈ നന്നായിട്ട് പൊക്കിയിട്ട് വേണം ചാടാൻ. കൈ നന്നായിട്ട് പൊങ്ങണം. പൊങ്ങി കാലിൻ്റെ വിരല് ബാക്ക് തട്ടാതെ സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് 50 ചാട്ടം എവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്രായമായവർ 10 ചാടി നിർത്താം. 50 ചാടി കഴിഞ്ഞാൽ സ്റ്റോപ്പ്, റിലാക്സ്. വേണം അടുത്ത ആംഗിൾ എടുക്കാൻ. അപ്പോൾ ഒരിക്കലും ചാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് നടന്ന് തുടങ്ങരുത്. ഒരു 10 സെക്കൻഡ് ഒന്ന് ബ്രീത്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ആംഗിൾ റൊട്ടേഷൻ എടുത്ത് പോകാൻ. ആംഗിൾ റൊട്ടേഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ കാലുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യിപ്പിക്കണം. കാല് ഒരിക്കലും ലൂസായിട്ടല്ല, നമ്മൾ അത് നിർത്തി പ്രാക്ടീസ് ആക്കിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിനറിനെ കാണുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് പറഞ്ഞു കാലൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാന്ന് പറയാം. എന്നിട്ട് കൈ ഇവിടെ ലോക്ക്, കാലടുപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ആംഗിൾ റൊട്ടേഷൻ. നേരെ മുന്നിക്കാണ് നോട്ടം, നേരെ നോട്ടം മുന്നിക്കാണ്. കാൽമിക്ക് നമ്മൾ നോക്കരുത്. പ്രത്യേകിച്ച് ട്രെയിനേഴ്സാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ നോക്കിയിട്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നേരെ മുന്നിക്ക് നോക്കും. കാലിൻ്റെ മുട്ട് നീർത്തി പിടിക്കണം. ഒരിക്കലും മുട്ട് മടങ്ങൂല. അതേപോലെ തന്നെ കാല് പൊന്നിച്ച് കറങ്ങൂല, നേരെ വലിച്ചു പിടിക്കും. ഇവിടെ നീരും. ഇതാണ് നമ്മുടെ മെയിൻ ഘടകം. ഈ നീരൽ വേണം. അതേപോലെ തന്നെ കാലിൻ്റെ പത്തി മാത്രമാണ് കറക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോപ്പുണ്ട്. സ്റ്റോപ്പിനനുസരിച്ച് അല്ല ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാനല്ല. നമ്മളാ 1, 2 ആ ഈ ഒരു ഇത് പിടിച്ചു കഴിഞ്ഞാൽ 1, 2, 3 റിവേഴ്സ് 1. ആ ഒരു ഇവിടെ മാത്രം ഒന്നിച്ച് കറക്കരുത്. ഒന്നിച്ച് കറങ്ങാനും പാടില്ല, മുട്ട് മടങ്ങാനും പാടില്ല. നേരെ മുന്നിക്ക് നോക്കുക. കൈയോടെ നോക്കില്ല, നേരെ മുന്നിക്ക് നോക്കിയിട്ടാണ് ഇതൊക്കെ നിൽക്കുക. നമ്മൾ ഒരിക്കലും ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ഒരു നിർത്തല്ല. നേരെ മുന്നിക്ക് നോക്കും. റൊട്ടേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട റൈറ്റാണ്, പ്രത്യേകിച്ച് ലേഡീസ്. ഈ റൊട്ടേഷൻ കാലടുപ്പിച്ച് വെക്കും. ഓവറായിട്ട് ഇരിക്കൂല, ഓവറായിട്ട് ഇരുത്തം വരാൻ പാടില്ല കേട്ടോ. വെറുതെ ഒന്ന് വളയ. കാലിന്റെ മുട്ടുമ്പോ ഇതുപോലെ കൂട്ടി മുറിച്ച് പിടിക്കാനല്ല, ഇത് നമ്മൾ വീഴാൻ പോണില്ലാന്നുള്ളൂ. ഈ ഒരു കൈയൊരു ബാലൻസിങ് മാത്രമാണ്, അല്ലാതെ കാലിന്റെ ചിരട്ടമ പിടിച്ചിട്ടോ അങ്ങനെ അമർത്തിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യാം. നേരെ റാ ഷേപ്പാണ്. നേരെ ഇങ്ങണ്ടാ പോവാ, അതേപോലെ തന്നെ ഇങ്ങണ്ടാ പോവാ. രണ്ടും സൈഡിക്കാ പോവാ. സൈഡിക്ക് പോയിട്ട് നമ്മൾ നേരെ കാൽ നിർത്തും. കാൽ നിർത്തിയിട്ട് അടുത്ത അതിന് ടൈം നോക്കണം. സ്പീഡ് കൂടരുത്. സ്പീഡ് കൂടി കഴിഞ്ഞാൽ ആളുകൾ
നിങ്ങൾ ചിലപ്പോ കറക്റ്റ് ആവും ചെയ്യാം, പക്ഷെ ആളുകൾ എത്തുന്ന കിട്ടി കഴിഞ്ഞാൽ പിന്നെ നീരാൻ നിൽക്കൂല, അടുത്ത നേരെ തിരിക്കും. അപ്പൊ നീർന്നു ഉറപ്പാക്കിയിട്ട് വേണം, അതിനുള്ള ടൈമിങ് അവർക്ക് കൊടുക്കണം. അപ്പൊ ഇവിടുന്ന് കൗണ്ട് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 ഈ ഒരു നീരല് നിർബന്ധമാണ്. നീരാതെ ഒരിക്കലും സ്പീഡ് കൂടിയാ ഉണ്ടാവും. എന്താ വെച്ചാൽ സ്പീഡ് കൂടിയപ്പോ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ മറ്റേ ആളുകൾ നേരെ ഇവിടെ തന്നെ എടുത്തു പോകും. അങ്ങനെ മൊത്തം ഇങ്ങനെ വട്ടം കറക്കും. ആ വട്ടം കറക്കൽ ഒരിക്കലും ഇതിൽ വരാൻ പാടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കാലിന്റെ മുട്ടിന് നിലവിൽ ആരെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ഒഴിവാക്കാൻ പറയണ ഈ ഐറ്റം അവിടെ ഒഴിവാക്കിയിട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും പറ്റുന്നവരാണെങ്കിൽ നേരെ മുന്നിക്കും പിന്നിക്കും മാത്രം, അതെന്നെ പറ്റുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതും ചെയ്യണ്ട, ഒന്നും ചെയ്യേണ്ടവര് കേട്ടോ. അപ്പൊ ഒരിക്കലും വരികയാണ് ചിലപ്പോ. അപ്പൊ ഇതിലോട്ട് നീ റൊട്ടേഷൻ ഒഴിവാക്കി പോകാൻ പറയാം. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കാല് നീരാതെ ടൈം കൂട്ടിയിട്ട് സ്പീഡ് പോകരുത്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നേരെ കാല് നിർത്താം കേട്ടോ. നേരെ ബോഡി സ്റ്റഡിയാണ്. നമ്മൾ ഇരിപ്പ് മാത്രമാണ് 4 ഭാഗത്തേക്ക്. ഒരിക്കലും നമ്മളിങ്ങനെ തിരിഞ്ഞിട്ടുള്ള രീതിയല്ല, ഒന്നിച്ച് ബോഡി തിരിയില്ല. അപ്പൊ നേരെ മുന്നിക്ക് നോട്ടം, നേരെ മുന്നിക്ക് നോക്കി അരൊന്ന് തള്ളിയിട്ടാണ് നമ്മൾ നേരെ 4 സൈഡ്. ഇവിടെ നമ്മളെ കൗണ്ടിങ് ഫ്രണ്ടിൽ വരും. ഇവിടുന്ന് 1 നേരെ എടുത്തു പോകും. ഇവിടുന്ന് കൗണ്ട് കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പേജ് വരും. ഇവിടെ നിർത്തിയിട്ടാണ് പോവുക, കുറെ ടൈം കൊടുക്കൂല. നേരെ വന്ന് ഇവിടെ 2 3 ആ ഒരു റിവേഴ്സ് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ എടുത്തു പോകും. ഹെഡ് റൊട്ടേഷൻ ഇന്ന് കുറച്ച് ചെയ്ത സ്പീഡ് ഉണ്ട്, അവ കുഴപ്പമില്ല, സെന്റർ സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ സ്പീഡ് നിലവിലെ കണ്ണടച്ചിട്ട് ചെയ്യേണ്ടതാണ്. നിലവിൽ കണ്ണടച്ചിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. കണ്ണ് തുറന്നിട്ട് ചെയ്യാൻ നമുക്ക് തടസ്സമില്ല. അപ്പൊ കണ്ണടച്ചിട്ട് സ്ലോവില് ഇവിടെയാണ് കൗണ്ടിങ് പോയിന്റ്. ചെസ്റ്റിന്ന് തുടങ്ങും, കൗണ്ട് ചെയ്ത് ഓവറായിട്ട് ബെൻഡ് ഷോൾഡറിന് തട്ടണം നിർബന്ധമില്ല. തട്ടിക്കണവർക്ക് തട്ടിക്കാൻ തടസ്സമില്ല. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും കഴുത്തിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓവറായിട്ട് കൊടുക്കരുത്. അതൊക്കെ അവനാന്റെ സാറൊന്നും ചെയ്യട്ടെ, ഞങ്ങളൊന്ന് എണ്ണാണ് ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് അറിയാനോ. വേറെ സിമ്പിൾ അല്ലേ? അതായത് ഇവിടുന്ന് നേരെ എടുക്കും. സാറ് സാധാരണ ചെയ്യുന്ന മാതിരി ഞങ്ങളൊന്നും എണ്ണട്ടെ. ഹെഡ് റൊട്ടേഷൻ റെഡി സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161 162 163
പറയല് 14 to 16 സെക്കൻഡ് അതിന് എടുക്കല് തന്നെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ സ്പീഡ് കൂടരുത് ഒരിക്കലും. അതേമാതിരി തന്നെ ഓവറായിട്ട് ബെൻഡ് കൊടുക്കണ്ട. അപ്പ് ആൻഡ് ഡൗൺ അതേപോലെ തന്നെ ഇവിടെ നിർത്താല് നേരെ ബാക്ക് പോയി നേരെ മുന്നിൽ വരും. കൗണ്ടിങ് പോയിന്റ് അത് സിമ്പിളാണ്. എന്തെങ്കിലും